ഈശ്വർ മാൽപ്പെ സംസാരിക്കും. ഇന്നിപ്പോൾ തുടങ്ങി ഇപ്പോൾ രാത്രി അയച്ചാലേ ഇന്ന് നാളെ കാലിന് 3 നാളും ഞങ്ങൾ ഇവിടെ തന്നെ നിൽക്കും. ഇപ്പോൾ സ്റ്റോപ്പ് നാളെ കാലിലെ 8 മണിക്ക് തുടങ്ങി വൈകുന്നേരം വരെ. പിന്നെ 3 നാൾ ഇവിടെ തന്നെ ഫുള്ള് കണ്ടിട്ട് ഞങ്ങൾ 3 ആൾ മീനിട്ടുണ്ട്. ലോകേഷ്, ജഗന്നാഥ്, പിന്നെ അർജുൻ അവരുടെ ബോഡി എന്തെങ്കിലും വണ്ടി ഉള്ളുണ്ട് നോക്കിയിട്ട് ഇവിടുന്ന് പോകും. ഇപ്പം സൈഡ് മാത്രം നോക്കിയത് ഈ സൈഡിന്. അവിടെ ഒത്തിരി മണ്ണുണ്ട്, പിന്നെ കല്ലുണ്ട്. ആ കല്ലിൻ്റെ അടിഭാഗത്തിൽ ഒരു നമുക്കൊരു ജാക്ക് കിട്ടി. പിന്നെ ആ വണ്ടിയിലെ ഒരു സൈഡ് കഷ്ണമെല്ലാം കിട്ടിയിട്ടുണ്ട് അവിടെ. ഇല്ല, ഇപ്പൊ ഞങ്ങളിപ്പോ കിലോ ഇപ്പൊ കമ്പി ആക്കിയില്ലേ, കമ്പി ആക്കിയിട്ട് എല്ലാവരും നാളെ കാലല്ലേ വണ്ടി കിട്ടുക മുതലായിട്ട് നോക്കും. അടിയിൽ ഒത്തിരി ഉണ്ട് ഒരേ പാറക്കല്ലുണ്ട്. ആ പാറക്കല്ല് കീഴെ വീഴുന്ന സമയത്ത് നമ്മൾ പിടിച്ചുകൊണ്ട് മെല്ലെ വിലക്കുന്നു. മധ്യഭാഗത്തിലേ ഉണ്ട്. മധ്യഭാഗം ഇവിടുന്ന് ഒരു 100 അടി, ഇവിടെ 100 അടി മധ്യഭാഗത്തിൽ ഒരു 35-40 അടിയിൽ ആ ജാക്ക് കിട്ടിയിരുന്നു. ഇപ്പോൾ പറവില്ലേ വിലയൊക്കെ പറവില്ലേ. ആ സമയത്ത് ഒരുപാട് സീറോ, പിന്നെ വെള്ളം വലി ഒത്തിരി ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഒന്നും ചെയ്യാനാവില്ല, നമുക്ക് ഒത്തിരി കമ്പി തട്ടുള്ളൂ. ഇപ്പം മരമുണ്ട്, മരം സൈഡിൽ പൊതുക്കിയിട്ട് നിങ്ങൾ ചെയ്യും. ഇപ്പോൾ ഒരു 100 അടിയോ 100 അടി പോയി. നേരത്തെ ഇവിടെ മേലെ ഇരുന്ന മരം അത് കിട്ടി. ഇല്ല, അത് ഒന്നും കിട്ടില്ല. അത് കിട്ടിയെങ്കിൽ കൺഫേം ആവും. അതെല്ലാം മണ്ണിലടി, മണ്ണ് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. 4 പേരുണ്ട്. ആ NDRF ആൾക്കാരുണ്ട്, പറവക്കില്ലേ. അവർ വന്നിട്ട് പിന്നെ കയറ് വിട്ടിച്ചിട്ടുണ്ട് കീഴെ പോകരുത്. നേരെ കയറ് വിട്ടിട്ട് തേടിയാൽ മാത്രം അവിടെ കിട്ടും. പിന്നെ കയറ് വിട്ടിട്ട് പേടിച്ചുകൊണ്ട് നമ്മളവിടെ തേടിക്കൊണ്ട് പോയ ഒന്നും കിട്ടത്തില്ല. നമ്മളിപ്പോൾ ഡൈ ആക്കുന്ന സമയത്തിൽ ഇപ്പോൾ ഒന്നും പ്രശ്നമില്ല. അവിടെ ആ ഓരോരോ മറ, പിന്നെ കഷ്ണ, കമ്പി കുത്തോ ഒന്നുമില്ല, വലിയില്ല. 6 വേണ്ട ഡൈ ചെയ്യുക. കണ്ടിപ്പാ ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ആദ്യമേ കീഴെ അതിൻ്റെ ഒരു അവസാനം ഒരു ഇത് ജാക്കറ്റ്. ഇപ്പോൾ അതേ മുതലാളി അവർ കേട്ട അതേ വണ്ടിൻ്റെ കൺഫേം ആയാലേ പിന്നെ നമുക്കൊരു വിഷയമുണ്ട്, വണ്ടി ഇവിടെ കിട്ടുമെന്ന്. ആ ഭാഗത്തിൽ ഒരുപാട് മണ്ണുണ്ട്. മണ്ണ് എടുത്തിട്ട് പിന്നെ നോക്കണം. അടിഭാഗത്തിൽ കുത്തുകമ്പി ആക്കി നോക്കിയാൽ മതി. ഇല്ല, കാണാം, നല്ലതായിട്ട് കാണാം. ഒന്നും പ്രശ്നമില്ല. ഇല്ല, ഒന്നുമില്ല. നമ്മളിപ്പോൾ ഇത് എത്ര ആഗ്രഹം അതേ മാതിരി ഇവിടെ ഉണ്ട്. ഒന്ന് കിറച്ചില്ല, മെല്ലെ മെതുവ വില വേണം. വെയിലെത്തുന്ന സമയത്തിൽ ഒരുപാട് വില ചെയ്യണോ. വേണ്ട. ഇപ്പൊ ഫിഷർമാൻ ഉണ്ടല്ലോ എന്നെ കൂട്ടത്തില്, ആ ഫിഷർമാൻ മതി. പിന്നെ ആരാണ് പറഞ്ഞാൽ അവർ ചെയ്യട്ടെ, പറവില്ല. നമ്മൾ അവർ കൂട്ടത്തിൽ ഒരു ടീമായിട്ട് ചെയ്യും, പറവില്ല. നമുക്ക് ഒരു വണ്ടി കിട്ടുന്ന പിന്നെ അതല്ലെങ്കിൽ അതിനുള്ള അർജുന് പിന്നെ 3 ആളുണ്ടല്ലേ, 2 ആൾ അവരുടെ ബോഡി തേടുന്നു. ആ മണ്ണിലുള്ള 2 ആൾ പിന്നെ ഉണ്ടല്ലോ, ലോകേഷ്, പിന്നെ ജഗന്നാഥ്, പിന്നെ അർജുൻ. അവരുടെ തേടുന്ന ഒരു കാര്യം. 8-8:30 മണിയാവും. കൊഞ്ചം വെയിൽ വന്നാൽ നല്ല ആ സമയത്തിൽ നമുക്ക്. ഈശ്വർ മാൽപ്പയാണ് ഇപ്പോൾ പ്രതികരിച്ചിട്ടുള്ളത്. വലിയ ആത്മവിശ്വാസമാണ് അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ളത്. അതായത് നിലവിലിപ്പോൾ അദ്ദേഹം പ്രകടിപ്പിച്ചിട്ടുള്ള ആത്മവിശ്വാസം എന്ന് പറയുന്നത് നിലവിൽ ഈ തെരച്ചിൽ അവസാനിപ്പിച്ച് അദ്ദേഹം മടങ്ങുന്ന ദൃശ്യങ്ങളാണ്. അദ്ദേഹത്തിന് സംബന്ധിച്ച് വലിയ ആത്മവിശ്വാസമുണ്ട്. കാരണം അദ്ദേഹത്തിന്റെ തെരച്ചിൽ ആരംഭിച്ച് ഇന്ന് ആദ്യ നിമിഷങ്ങളിൽ തന്നെ അദ്ദേഹത്തിന് വളരെ നിർണായകമായിട്ടുള്ള ചില കണ്ടെത്തലുകൾ ഉണ്ടാക്കാൻ സാധിച്ചു. അതിൽ മനാഫിന്റെ ലോറിയുടെ ഒരു വീൽ ജാക്ക് ഉൾപ്പെടെ കണ്ടെത്താൻ സാധിച്ചു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് തന്നെ വളരെ ആത്മവിശ്വാസത്തോടെയാണ് ഇന്നത്തെ തെരച്ചിൽ അവസാനിപ്പിച്ച് ഈശ്വർ മാൽപ്പെ മടങ്ങുന്നത്. ആ മടങ്ങുന്ന ദൃശ്യങ്ങളാണിപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അദ്ദേഹത്തെ സംബന്ധിച്ച് ജില്ലാ ഭരണകൂടത്തിന്റെ അനുമതി ഉണ്ടായിരുന്നില്ല. കാർവാർ MLA സതീഷ് കൃഷ്ണ സെയിൽ അദ്ദേഹത്തെ MLA-യുമായി നിലവിൽ അദ്ദേഹം സംസാരിക്കുകയാണ്. തെരച്ചിൽ കഴിഞ്ഞതിന് ശേഷം MLA-യുമായി സതീഷ് കൃഷ്ണ സെയിലുമായി അദ്ദേഹം സംസാരിക്കുകയാണ്. കാർവാർ MLA-യുടെ നിർദ്ദേശപ്രകാരമാണ് അദ്ദേഹത്തിന്റെ ഒരു റിസ്കിലാണ് നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പെ പുഴയിലിറങ്ങി തെരച്ചിൽ നടത്തിയത്. അതിനുശേഷം ഇന്നത്തെ തെരച്ചിൽ പൂർത്തീകരിച്ച് നിർണായകമായ കണ്ടെത്തൽ ഉൾപ്പെടെ ഉണ്ടാക്കിയതിനു ശേഷം നിലവിൽ ഇപ്പോൾ ഈശ്വർ മാൽപ്പെ കാർവാർ MLA നേരിൽ കണ്ട് സംസാരിക്കുന്ന തത്സമയ ദൃശ്യങ്ങളാണ്
നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ നിർണായകമായിട്ടുള്ള ഈ ദൗത്യത്തിൽ കഴിഞ്ഞ 29 ദിവസത്തിലെ ഏറ്റവും നിർണായകമായിട്ടുള്ള ദിനം എന്ന് നമുക്ക് നിസ്സംശയം പറയാൻ സാധിക്കും. അർജുന്റെ ലോറി ഈ പുഴക്കടിയിലുണ്ട് എന്ന നേരത്തെ കണ്ടെത്തിയിട്ടുള്ള ശാസ്ത്രീയമായ പരിശോധനകളെല്ലാം കണ്ടെത്തിയിട്ടുള്ള അതിനെ സ്ഥിരീകരിക്കുന്ന രീതിയിലുള്ള ചില കണ്ടെത്തലുകളാണ് നിലവിൽ ഉണ്ടായിട്ടുള്ളത്.